അശോകൻ 1979 ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് സിനിമയിലൂടെ അരങ്ങേറിയ നടൻ. പെട്ടെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും ഇൻഹരിഹർ നഗറിലെ വേഷം, അമരം, തൂവാനത്തുമ്പികൾ എന്നിവയാണ്. എന്നാൽ ഫുൾ ലെങ്ത് റോളൊന്നുമല്ലെങ്കിലും ഒരു മാസ് ഹീറോ ആയ നായകൻ, ഒരു മാസ് എലവേഷൻ നൽകിയ ഒരു കഥാപാത്രം കൂടിയുണ്ട് ഇദ്ദേഹത്തിന്. സ്ഫടികത്തിലെ ആടുതുമയുടെ അളിയൻ. സോ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഒരു മുൻനിര നായക നടനായി പച്ചപിടിക്കാതെ പോയത്? ഇനി നായകസ്ഥാനം പോട്ടെ, എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന് അരങ്ങേറി അന്നു മുതൽ ഇന്ന് വരെ മലയാള സിനിമയിൽ ഒരു സ്ഥിരം സാന്നിധ്യമാവാൻ കഴിയാതെ പോയത്? ഉത്തരം സിമ്പിൾ ആണ്, എന്നാൽ കുറച്ച് ഹാർഷുമാണ്. സോ അത് നമുക്ക് ഇങ്ങനെ പറയാം. സത്യത്തിൽ എന്താണ് സിനിമ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കാണാൻ കൊള്ളാവുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ. അതാണ് സിനിമ. അതായത് സൗന്ദര്യമുള്ള ഒരു ആണിന്റെയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിന്റെയും പ്രശ്നങ്ങൾ. ഒപ്പം താരതമ്യേന സൗന്ദര്യം കുറഞ്ഞ ആളെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വില്ലനുമാക്കുന്നു. ഇനി ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന ഒരാൾ വില്ലൻ വേഷം ചെയ്താൽ സുമുഖനായ വില്ലൻ, സുന്ദരനായ വില്ലൻ എന്നൊക്കെയുള്ള ടാഗ് അദ്ദേഹത്തിനും കൊടുക്കുന്നു. സോ ഇതാണ് സിനിമ. ചില എക്സെപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിലും 99% ഇത് തന്നെയാണ് നടക്കുന്നത്. ഒരു പക്ഷേ ഇദ്ദേഹം തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പരിധിക്കപ്പുറം മെയിൻ സ്ട്രീം സിനിമയിൽ നിലനിൽക്കാതെ പോയതും ഇതുകൊണ്ട് തന്നെ ആവാം. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ എതിർക്കാം. ഇദ്ദേഹത്തിന് സൗന്ദര്യമില്ല എന്നല്ലേ നീ പറഞ്ഞതെന്ന്. നിനക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിയും? ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്നൊക്കെ. പക്ഷെ അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയ്യടി വാങ്ങാൻ വേണ്ടി പറയുന്ന ഡയലോഗുകൾ മാത്രമാണ്. യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. അതല്ലാതെ നിരവധി പത്മരാജൻ സിനിമകളിലൊക്കെ അഭിനയിച്ച് കഴിവ് തെളിയിച്ച ഇദ്ദേഹത്തിന് മെയിൻ സ്ട്രീം സിനിമകളിൽ ഒരു പരിധിക്കപ്പുറം തുടരാൻ കഴിയാതെ പോയതിന് മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല.